എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് +1 ഹിസ്റ്ററിയിലെ മൂന്നാമത്തെ ചാപ്റ്ററായ ആൻ എംപയർ അക്രോസ് 3 കോണ്ടിനെൻറ്റ്സ്, 3 വൻകരകളിലേക്ക് വ്യാപിച്ച ഒരു സാമ്രാജ്യം എന്ന പാഠഭാഗമാണ്. ഈ പാഠത്തിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് റോമാ സാമ്രാജ്യത്തെ പറ്റിയാണ്. റോമാ സാമ്രാജ്യത്തിൻ്റെ സവിശേഷതകളും അവിടുത്തെ ജീവിത രീതികളും അവിടുത്തെ സാമൂഹ്യ വിഭാഗങ്ങളും അങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങളെപ്പറ്റി നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അപ്പം റോമ സാമ്രാജ്യത്തിൽ അടിമത്തത്തെ അടിസ്ഥാനമാക്കിയുള്ള സമ്പദ് വ്യവസ്ഥയായിരുന്നു നിലനിന്നിരുന്നത്. എക്കണോമിക് സിസ്റ്റം ബേസ്ഡ് ഓൺ സ്ലേവറി ആയിരുന്നു നമ്മുടെ റോമ സാമ്രാജ്യത്തിൽ, റോമൻ എംപയറിൽ ഉള്ളത്. നമുക്ക് റോമ സാമ്രാജ്യം എന്നൊരു വാക്ക് നമ്മൾ എവിടെയെങ്കിലും വെച്ച് കേട്ടിട്ടൊക്കെ ഉണ്ടാവും, 10ാം ക്ലാസ്സിലൊക്കെ ചിലപ്പോൾ കേട്ടിട്ടൊക്കെ ഉണ്ടാവും. അപ്പം റോമിലെ പ്രധാന ഭാഷ ലാറ്റിനാണ് എന്നും കൂടി നിങ്ങൾ ഓർക്കുക. അപ്പം റോമ സാമ്രാജ്യത്തിൻ്റെ ചരിത്രം പുനർനിർമ്മിക്കുന്നതിന് ധാരാളം സ്രോതസ്സുകൾ അല്ലെങ്കിൽ ഉറവിടങ്ങൾ ചരിത്രകാരന്മാർക്ക് ലഭ്യമാണ്. അവയെ പ്രധാനമായിട്ട് 3ആയി തിരിക്കാം. ആദ്യത്തേത് മൂലകൃതികൾ, രണ്ടാമത്തേത് പ്രമാണങ്ങൾ, മൂന്നാമത്തേത് ഭൗതിക അവശിഷ്ടങ്ങൾ. ആദ്യത്തേതായ മൂലകൃതികളിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണ്? സമകാലികർ എഴുതിയ ചരിത്രങ്ങൾ, കത്തുകൾ, പ്രസംഗങ്ങൾ, സാരോപദേശങ്ങൾ, നിയമങ്ങൾ തുടങ്ങിയവയാണ് മൂലകൃതികളിൽ ഉൾപ്പെടുന്നത്. കൊത്തുലിഖിതങ്ങൾ, പാപ്പിറസ് ചുരുളിലെ ലിഖിതങ്ങൾ എന്നിവയാണ് പ്രമാണപരമായ സ്രോതസ്സുകളിൽ ഉൾപ്പെടുന്നത്. കൊത്തുലിഖിതങ്ങൾ ശിലകളിലാണ് ആലേഖനം ചെയ്തിട്ടുള്ളത്. ഗ്രീക്ക്, ലാറ്റിൻ ഭാഷയിലുള്ള ധാരാളം കൊത്തുലിഖിതങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈജിപ്തിലെ നൈൽ നദിയുടെ തീരത്ത് വളർന്നിരുന്ന ഈറ പോലെയുള്ള ഒരു ചെടിയാണ് പാപ്പിറസ്. അതിനെ സംസ്കരിച്ച് ഒരു എഴുത്ത് സാമഗ്രിയാക്കി മാറ്റി നിത്യജീവിതത്തിൽ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. ആയിരക്കണക്കിന് കരാറുകൾ, കണക്കുകൾ, കത്തുകൾ, ഔദ്യോഗിക പ്രമാണങ്ങൾ എന്നിവ എഴുതിയിട്ടുള്ള പേപ്പിറസ് ചുരുളുകൾ പണ്ഡിതന്മാർ കണ്ടെടുത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അവരെ പേപ്പിറോളജിസ്റ്റുകൾ എന്നാണ് വിളിക്കുന്നത്. പേപ്പിറസ് ചുരുളുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പണ്ഡിതന്മാരെയാണ് നമ്മൾ പേപ്പിറോളജിസ്റ്റുകൾ എന്ന് വിളിക്കുന്നത്. ഇറ്റലിയിലെ ടൈബർ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്തിരുന്ന റോമ നഗരത്തെ കേന്ദ്രീകരിച്ചാണ് റോമൻ സാമ്രാജ്യം നിലനിന്നിരുന്നത്. റോമ സാമ്രാജ്യത്തിൻ്റെ ഹൃദയം മെഡിറ്ററേനിയൻ സമുദ്രമായിരുന്നു. ഏതാണ് റോമ സാമ്രാജ്യത്തിൻ്റെ ഹൃദയമായി അറിയപ്പെടുന്നത്? മെഡിറ്ററേനിയൻ സമുദ്രം. പ്രാചീന ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിൽ ഒന്നായിരുന്നു നമ്മുടെ റോമൻ സാമ്രാജ്യം എന്ന് പറയുന്നത്, റോമൻ എംപയർ. അപ്പം ആദിമ റോമൻ സാമ്രാജ്യം, ദ ഏർലി റോമൻ എംപയർ. റോമൻ സാമ്രാജ്യത്തിൻ്റെ ചരിത്രത്തെ പൊതുവെ 2 ഘട്ടങ്ങളായി വിഭജിക്കാറുണ്ട്. ആദിമ റോമൻ സാമ്രാജ്യവും അന്തിമ റോമൻ സാമ്രാജ്യവും, അതായത് ഏർലി എംപയർ ആൻഡ് ലേറ്റ് എംപയർ. 3ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തെയാണ് ആദിമ സാമ്രാജ്യം അഥവാ ഏർലി എംപയർ എന്ന് വിളിച്ചിരുന്നത്. 3ാം നൂറ്റാണ്ടിന് ശേഷമുള്ള കാലഘട്ടത്തെയാണ് അന്തിമ സാമ്രാജ്യം അഥവാ ലേറ്റ് എംപയർ എന്നും വിളിക്കുന്നത്, അഥവാ അന്തിമ പുരാതന കാലഘട്ടം എന്നും വിളിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, ഇമ്പോർട്ടൻ്റ് അല്ല. അടുത്തതായി നമ്മൾ നോക്കുന്നത് റോമ സാമ്രാജ്യവും അതേപോലെ തന്നെ ഇറാനിയൻ സാമ്രാജ്യവും തമ്മിലുള്ള വ്യത്യാസത്തെ പറ്റിയാണ് നോക്കുന്നത്. ഓക്കെ, ഇത് എക്സാമിന് 2 മാർക്കിനോ 4 മാർക്കിനോ ചോദിക്കുന്നതാണ്. റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റോമൻ എംപയർ ആൻഡ് ഇറാനിയൻ എംപയർ. റോമ സാമ്രാജ്യവും ഇറാനിയൻ സാമ്രാജ്യവും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറാനിലുള്ളതിനേക്കാൾ കൂടുതൽ സാംസ്കാരിക വൈവിധ്യം റോമ സാമ്രാജ്യത്തിലുണ്ടായിരുന്നു. കൾച്ചറൽ ഡൈവേഴ്സിറ്റി എവിടെ ഉണ്ടായിരുന്നു? റോമ സാമ്രാജ്യത്തിലുണ്ടായിരുന്നു. ഇറാനിലെ ജനങ്ങളിൽ ഭൂരിഭാഗവും ഇറാനിയന്മാരായിരുന്നു. എന്നാൽ റോമ സാമ്രാജ്യത്തിൽ അനേകം സാമൂഹിക വിഭാഗങ്ങളുണ്ടായിരുന്നു. അനേകം പ്രദേശങ്ങളും സംസ്കാരങ്ങളും ഇടകലർന്ന് നിന്നിരുന്നു ഇവിടെ റോമൻ സാമ്രാജ്യത്തിൽ. എന്നാൽ ഇറാനിലുള്ളവരെന്തായിരുന്നു? ഇറാനിയന്മാരായിരുന്നു. അനേകം വ്യത്യസ്ത ജനവിഭാഗങ്ങൾ ഒരു പൊതു ഗവൺമെൻറ്റിന് കീഴിൽ ഒന്നിച്ചു നിന്നിരുന്ന ഒന്നായിരുന്നു റോമൻ സാമ്രാജ്യം എന്ന് പറയുന്നത്. ഇറാനേക്കാൾ മികച്ച ഭാഷാ വൈവിധ്യം എവിടെ ഉണ്ടായിരുന്നു? റോമൻ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്നു. ഇറാനിയന്മാർ അരാമൈക് ഭാഷയാണ് ഉപയോഗിച്ചിരുന്നത്. ഏത് ഭാഷയാണ് ഇറാനിയന്മാർ ഉപയോഗിച്ചിരുന്നത്? അരാമൈക് ഭാഷ. എന്നാൽ നേരെ മറിച്ച് റോമ സാമ്രാജ്യത്തിൽ ധാരാളം ഭാഷകൾ ഉപയോഗിച്ചിരുന്നു. ഗ്രീക്ക്, ലാറ്റിൻ എന്നിവയായിരുന്നു റോമ സാമ്രാജ്യത്തിലെ ഭരണഭാഷകൾ. സാമ്രാജ്യത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള ഉപരിവർഗ്ഗക്കാർ ഗ്രീക്ക് ഭാഷയിലും പടിഞ്ഞാറ് ഉള്ളവർ ലാറ്റിൻ ഭാഷയിലുമാണ് എഴുതിയിരുന്നത്. ഇറാനിൽ നിന്ന് വ്യത്യസ്തമായി റോമ സാമ്രാജ്യത്തിൽ ജീവിച്ചിരുന്ന എല്ലാവരും ദേശഭാഷ വ്യത്യാസമില്ലാതെ ഒരു ഏക ഭരണാധികാരിയുടെ അല്ലെങ്കിൽ ചക്രവർത്തിയുടെ പ്രജകളായിരുന്നു. അങ്ങനെ നിങ്ങൾ ഒരു 3 പോയിൻറ്റ്സോ 4 പോയിൻറ്റ്സോ റോമ സാമ്രാജ്യവും ഇറാനിയൻ സാമ്രാജ്യവും തമ്മിലുള്ള വ്യത്യാസങ്ങളിൽ പഠിക്കുക. റോമൻ റിപ്പബ്ലിക്ക് 500 വർഷത്തോളം നിലനിന്നു.
റിപ്പബ്ലിക്കിൻ്റെ അന്തിമ കാലഘട്ടത്തിൽ ജൂലിയസ് സീസറെ പോലെയുള്ള സൈനിക മേധാവികൾ സാമ്രാജ്യത്തിൻ്റെ മേധാവിത്വം സ്ഥാപിച്ചു തുടങ്ങിയിരുന്നു. BC 27 ജൂലിയസ് സീസറിൻ്റെ ദത്തപുത്രനും അവകാശിയുമായ ഒക്ടോവിയൻ റോമൻ അഥവാ അഗസ്റ്റസ് സീസർ ഭരണം പിടിച്ചെടുത്തു. ഈ ഒക്ടോവിയൻ റോമൻ അഗസ്റ്റസ് സീസർ എന്ന പേരിലായിരുന്നു ഭരണം നടത്തിയിരുന്നത്. അദ്ദേഹം റോമിൻ്റെ ആദ്യത്തെ ചക്രവർത്തിയായി തീർന്നു. അപ്പോൾ ഈ ഒക്ടോവിയൻ റോമൻ അഥവാ അഗസ്റ്റസ് സീസർ കൊണ്ടുവന്ന ഭരണത്തെയാണ് നമ്മൾ പ്രിൻസിപ്പേറ്റ് ഭരണം എന്ന് വിളിക്കുന്നത്. അഗസ്റ്റസ് സ്ഥാപിച്ച ഭരണം അല്ലെങ്കിൽ അഗസ്റ്റസ് സീസർ അല്ലെങ്കിൽ ഒക്ടോവിയൻ റോമൻ സ്ഥാപിച്ച ഭരണമാണിത് പ്രിൻസിപ്പേറ്റ് എന്ന് പറയുന്നത്. പ്രഥമ പൗരൻ എന്നർത്ഥം വരുന്ന പ്രിൻസെപ്സ് എന്ന സ്ഥാനപ്പേരോടാണ് അദ്ദേഹം ഭരണം നടത്തിയത്. റോമാ സാമ്രാജ്യത്തിലെ ഏക ഭരണാധികാരിയും അധികാര കേന്ദ്രവും ചക്രവർത്തിയായിരുന്നു. പ്രിൻസെപ്സ് എന്ന സ്ഥാനപ്പേര് അദ്ദേഹം സ്വീകരിച്ചത് സെനറ്റിനോടുള്ള ആദരവ് കൊണ്ട് മാത്രമാണ്. അപ്പം എക്സാമിന് ചോദിക്കും റോമാ സാമ്രാജ്യത്തിലെ പ്രിൻസിപ്പേറ്റ് ഭരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? 2 മാർക്കിനും 3 മാർക്കിനും ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പം അഗസ്റ്റസ് സീസർ കൊണ്ടുവന്ന ഭരണമാണെന്ത് പ്രിൻസിപ്പേറ്റ് എന്ന് പറയുന്നത്. അദ്ദേഹം പ്രഥമ പൗരൻ എന്ന അർത്ഥം വരുന്ന പ്രിൻസെപ്സ് എന്ന സ്ഥാനപ്പേരോട് കൂടിയാണ് എന്ത് ചെയ്തത് ഭരണം നടത്തിയത്. ശരിക്കും അദ്ദേഹം ഈ പേര് സ്വീകരിക്കാൻ കാരണം സെനറ്റിനോട് അല്ലെങ്കിൽ റിപ്പബ്ലിക്കിനോട് റോമൻ റിപ്പബ്ലിക്കിനോട് അല്ലെങ്കിൽ റോമൻ ഭരണത്തിനോടുള്ള ആദരവ് കൊണ്ട് മാത്രമാണ്. ആ ഭരണത്തെ കൈക്കലാക്കാനുള്ള അല്ലെങ്കിൽ ആ ഒരു സെനറ്റിനെ നിയന്ത്രിക്കാനുള്ള ഒരു തന്ത്രമായിട്ടായിരുന്നു അദ്ദേഹം ഈ പ്രിൻസെപ്സ് എന്ന സ്ഥാനപ്പേര് കൊണ്ടുവന്നത്. അപ്പം നിങ്ങൾ ഒരു 3 പോയിന്റ്സ് പഠിച്ചാൽ മതി. അഗസ്റ്റസ് സീസർ സ്ഥാപിച്ച ഭരണമാണ് പ്രിൻസിപ്പേറ്റ്. പ്രഥമ പൗരൻ എന്നർത്ഥം വരുന്ന പ്രിൻസെപ്സ് എന്ന സ്ഥാനപ്പേരോടെയാണ് അദ്ദേഹം ഭരണം നടത്തിയത്. സെനറ്റിനോടുള്ള ആദരവ് കൊണ്ടാണ് അദ്ദേഹം ഈ സ്ഥാനപ്പേര് സ്വീകരിച്ചത്. അങ്ങനെ ഒരു 3 പോയിന്റ്സ് നിങ്ങൾ പഠിച്ചാൽ മതി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രിൻസിപ്പേറ്റ് എന്ന് പറയുന്നത്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് ദ 3rd സെഞ്ച്വറി ക്രൈസിസ് അഥവാ റോമാ സാമ്രാജ്യത്തിലെ 3-ാം നൂറ്റാണ്ടിലെ പ്രതിസന്ധി. 1-2 നൂറ്റാണ്ടുകൾ റോമാ സാമ്രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സമാധാനത്തിൻ്റെയും പുരോഗതിയുടെയും സാമ്പത്തിക വികസനത്തിൻ്റെയും കാലഘട്ടമായിരുന്നു. എന്നാൽ 3-ാം നൂറ്റാണ്ടിൽ സാമ്രാജ്യം ആഭ്യന്തര ഞെരുക്കത്തിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങി. ഈ പ്രതിസന്ധിക്കുള്ള പ്രധാന കാരണം വിദേശ ആക്രമണങ്ങളായിരുന്നു. അതായത് റോമാ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്കുള്ള 3-ാം നൂറ്റാണ്ടിലെ തകർച്ചകളുടെ കാരണം എന്തായിരുന്നു? വിദേശ ആക്രമണം, അതായത് വിദേശ പ്രദേശങ്ങളുടെ ആക്രമണമായിരുന്നു. 1-2 കാലഘട്ടത്തിൽ റോമാ സാമ്രാജ്യം സമ്പൽ സമൃദ്ധിയോടെ ആയിരുന്നു നിലനിന്നിരുന്നത്. എന്നാൽ 3-ാം നൂറ്റാണ്ടോടെ ആ സാമ്രാജ്യം എന്ത് ചെയ്യാൻ തുടങ്ങി? ഒരു തകർച്ചയിലേക്ക് പോകാൻ തുടങ്ങി, അതായത് പ്രതിസന്ധി നേരിട്ടു. അപ്പോൾ എന്തൊക്കെയാണ് ആ 3-ാം നൂറ്റാണ്ടിലെ പ്രതിസന്ധി എന്ന് നമുക്ക് നോക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. CE 225 സസാനിയൻ രാജവംശം ഇറാനിൽ അധികാരത്തിൽ വന്നത് റോമാ സാമ്രാജ്യത്തിന് വൻ ഭീഷണി ഉയർത്തി. CE 225 സസാനിയൻ രാജവംശം സസാനിയൻ ഡൈനാസ്റ്റി ഇറാനിൽ അധികാരത്തിൽ വന്നത് റോമാ സാമ്രാജ്യത്തിന് വൻ ഭീഷണി ഉയർത്തി. യൂഫ്രട്ടീസിനെ ലക്ഷ്യമാക്കി ഇറാനിയൻ സൈന്യം അതിവേഗം മുന്നേറിയപ്പോൾ റോമാ സാമ്രാജ്യം വൻ പ്രതിസന്ധിയെ നേരിട്ടു. ഇറാനിലെ ഭരണാധികാരിയായിരുന്ന ഷപ്പൂർ ഒന്നാമൻ അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ ഒരു ശിലാശാസനത്തിൽ 60,000 വരുന്ന റോമൻ സാമ്രാജ്യത്തെ നശിപ്പിച്ചതായും കിഴക്കൻ തലസ്ഥാനമായ ആൻറ്റിയോക്ക് പിടിച്ചെടുത്തതായും അവകാശപ്പെടുന്നു. നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി. 3-ാം നൂറ്റാണ്ടിലെ പ്രതിസന്ധിയിൽ ആദ്യം വരുന്നത് നമ്മുടെ സസാനിയൻ രാജവംശത്തിൻ്റെ ആക്രമണം. CE 225 സസാനിയൻ രാജവംശം റോമാ സാമ്രാജ്യത്തിൻ്റെ എന്ത് ചെയ്തു? അധികാരത്തിൽ വന്ന റോമാ സാമ്രാജ്യത്തിന് വൻ ഭീഷണി ഉയർത്തി. ഇറാനിൽ അധികാരത്തിലെത്തി സസാനിയൻ രാജവംശം റോമാ സാമ്രാജ്യത്തെ ആക്രമിച്ചു എന്ന് എഴുതിയാൽ മതി. ഇനി 2ാമത്തെ പ്രതിസന്ധി എന്താണ്? റോമൻ സാമ്രാജ്യം ബാർബേറിയന്മാരുടെ ആക്രമണം നേരിടുകയുണ്ടായി. റോമൻ സാമ്രാജ്യത്തിൻ്റെ വടക്കേ അതിർത്തിയിൽ താമസിച്ചിരുന്ന ഗോത്രവർഗ്ഗക്കാരായ ജനസമൂഹങ്ങളെയാണ് റോമക്കാർ അവജ്ഞാപൂർവം ബാർബേറിയന്മാർ അല്ലെങ്കിൽ അപരിഷ്കൃതർ എന്നാണ് വിളിച്ചിരുന്നത്. അപ്പം റോമാ സാമ്രാജ്യത്തിൻ്റെ വടക്കൻ അതിർത്തിയിൽ അധികാരത്തിലെത്തിയ ബാർബേറിയന്മാരുടെ ആക്രമണവും നമ്മുടെ റോമൻ സാമ്രാജ്യം നേരിടുകയുണ്ടായി. അപ്പം ഇതാണ് 3-ാം നൂറ്റാണ്ടിലെ പ്രതിസന്ധി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം. ഇനി അടുത്ത ടോപ്പിക്കാണ് എക്കണോമിക് എക്സ്പാൻഷൻ, സാമ്പത്തിക വികാസം. റോമിലെ സാമ്പത്തിക വികാസം വിശദമാക്കുക എന്ന് 8 മാർക്കിന് എസ്സേ ചോദിക്കുന്ന ഒരു ഭാഗമാണിത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ വല്ലപ്പോഴുമൊക്കെ കാണാറുള്ളൂ. എങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക. ഈ ഭാഗത്ത് മെയിനായിട്ട് പറയുന്നത് റോമിലെ സാമ്പത്തിക വികാസം അല്ലെങ്കിൽ സമ്പത്ത് എങ്ങനെയാണ് വികാസം പ്രാപിച്ചത് എന്നാണ് പറയുന്നത്. ഇവിടെ കുറേ പറയാനുണ്ട്. ജസ്റ്റ് നിങ്ങൾ ചെറിയ പോയിൻറ്റ്സ് ആക്കിയാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അത് നിങ്ങൾ തന്നെ സ്വയം ഉണ്ടാക്കി പഠിക്കുന്നതാണ് നമുക്ക് വളരെ ഉപകാരപ്പെടുന്നത്. സ്വന്തമായിട്ട് ഉണ്ടാക്കിയ നോട്ടാണ് മറ്റുള്ളവർ ഉണ്ടാക്കിയതിനെക്കാട്ടി നമുക്ക് ഉപകാരപ്പെടുന്നത്. അപ്പം ഇതൊക്കെ ചെറിയ പോയിൻറ്റ്സ് ആക്കി നിങ്ങൾ പഠിക്കുക. അപ്പം നമുക്ക് നോക്കാം എന്താണ് റോമിലെ സാമ്പത്തിക വികാസം പറയുന്നത്.
റോമാ സാമ്രാജ്യത്തിൽ തുറമുഖങ്ങൾ, ഖനികൾ, ക്വാറികൾ, ഇഷ്ടികകൾ, ഒലിവെണ്ണ നിർമ്മാണ ഫാക്ടറികൾ തുടങ്ങിയവ ഗണ്യമായ തോതിൽ നിലനിന്നിരുന്നു. ഗോതമ്പ്, വീഞ്ഞ്, ഒലിവെണ്ണ എന്നിവ വൻതോതിൽ വിൽക്കപ്പെടുകയും ഉപയോഗിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഈ ഉൽപ്പന്നങ്ങൾ പ്രധാനമായും വന്നിരുന്നത് സ്പെയിൻ, ഗാലിക് പ്രവിശ്യകൾ, ഉത്തര ആഫ്രിക്ക, ഈജിപ്ത്, ഇറ്റലി എന്നിവിടങ്ങളിൽ നിന്നായിരുന്നു. വീഞ്ഞും ഒലിവെണ്ണയും പൊക്കമുള്ള ഒരിനം ഭരണികളിലാണ് കൊണ്ടുവന്നിരുന്നത്. ആ ഭരണികളെയാണ് ആംഫൊറ എന്ന് വിളിക്കുന്നത്. ആംഫൊറ, വീഞ്ഞും ഒലിവെണ്ണയും കൊണ്ടുവന്നിരുന്ന പൊക്കമുള്ള ഭരണികളെയാണ് ആംഫൊറ എന്ന് വിളിക്കുന്നത്. ഇത്തരം ഭരണികളുടെ തുണ്ടുകളും കഷണങ്ങളും, അതായത് അതിൻ്റെ അവശിഷ്ടങ്ങൾ പുരാവസ്തു ഗവേഷകർ അല്ലെങ്കിൽ ചരിത്രകാരന്മാർ കണ്ടെടുത്തിട്ടുണ്ട്. റോമാ സാമ്രാജ്യത്തിൽ സ്പാനിഷ് ഒലിവെണ്ണ വ്യാപാരം മികച്ച പുരോഗതി കൈവരിച്ചിരുന്നു. 140-160 കാലഘട്ടത്തിൽ ഈ വ്യാപാരം അതിൻ്റെ വളർച്ചയുടെ ഉച്ചഘട്ടത്തിൽ എത്തിച്ചേർന്നു. ഇക്കാലത്ത് സ്പാനിഷ് ഒലിവെണ്ണ കൊണ്ടുപോയിരുന്നത് ഡ്രസൽ 20 അല്ലെങ്കിൽ ഡ്രസൽ 20 എന്ന ഭരണിയിലാണ്. സ്പാനിഷ് ഒലിവെണ്ണ കൊണ്ടുപോകാൻ ഉപയോഗിച്ചിരുന്ന ഭരണി അല്ലെങ്കിൽ പാത്രം എന്താണ്? ഡ്രസൽ 20 ആണ്. മെഡിറ്ററേനിയൻ പ്രദേശത്തോ സൈറ്റുകളിൽ നിന്ന് അത്തരം ഭരണികൾ വൻതോതിൽ കണ്ടെത്തിയിട്ടുണ്ട്. സ്പാനിഷ് ഒലിവെണ്ണ വ്യാപകമായി വിതരണം ചെയ്യപ്പെട്ടിരുന്നുവെന്ന് ഇത് സൂചിപ്പിക്കുന്നു. സ്പാനിഷ് ഒലിവെണ്ണ ഉൽപ്പാദകർക്ക് അവരുടെ പ്രതിയോഗികളായ ഇറ്റലിക്കാരിൽ നിന്ന് ഒലിവെണ്ണയുടെ വിപണികൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞുവെന്ന് തെളിവുകൾ സൂചിപ്പിക്കുന്നു. ചുരുങ്ങിയ വിലയ്ക്ക് ഉയർന്ന ഗുണമേന്മയുള്ള ഒലിവെണ്ണ വിതരണം ചെയ്തുകൊണ്ടാണ് അവർ ഈ വിജയം കൈവരിച്ചത്. ഒലിവെണ്ണ വിപണിയിൽ സ്പെയിൻകാർ നേടിയ വിജയം പിന്നീട് ഉത്തരാഫ്രിക്കയിലെ ഒലിവെണ്ണ ഉൽപ്പാദകർ ആവർത്തിക്കുകയുണ്ടായി. 3-4 നൂറ്റാണ്ടുകളിൽ ഒലിവെണ്ണ വിപണി കൈയടക്കി വെച്ചിരുന്നത് സാമ്രാജ്യത്തിൻ്റെ ഈ ഭാഗത്തുള്ള ഒലിവ് എസ്റ്റേറ്റുകളാണ്. എന്നാൽ 5-6 നൂറ്റാണ്ടുകളിൽ ഒലിവെണ്ണ വ്യാപാരത്തിലെ ഉത്തരാഫ്രിക്കൻ മേധാവിത്വം തകർന്നു. കിഴക്കൻ രാജ്യങ്ങളായ ഈജിയൻ, ദക്ഷിണ ഏഷ്യ മൈനർ, സിറിയ, പാലസ്തീൻ എന്നിവ ഒലിവെണ്ണയുടെയും വീഞ്ഞിൻ്റെയും വിപണികൾ കൈയടക്കി. അസാധാരണമായ ഫലഭൂയിഷ്ഠത കൊണ്ട് പ്രസിദ്ധമായ അനേകം പ്രദേശങ്ങൾ സാമ്രാജ്യത്തിലുണ്ടായിരുന്നു. കമ്പാനിയ, സിസിലി, ഫയം, ഗലീലി, ബൈസാൻഷ്യ, ദക്ഷിണ ഗൗൾ, ബേറ്റിക്ക എന്നിവ സാമ്രാജ്യത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള സമ്പന്ന ഭാഗങ്ങളായിരുന്നുവെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഏറ്റവും മികച്ച വീഞ്ഞ് കമ്പാനിയയിൽ നിന്നാണ് വന്നിരുന്നത്. സിസിലിയും ബൈസാൻഷ്യവും റോമിലേക്ക് വൻതോതിൽ ഗോതമ്പ് കയറ്റുമതി ചെയ്തിരുന്നു. ഗലീലിയയിലെ ഓരോ ഇഞ്ച് ഭൂമിയും ജനങ്ങൾ കൃഷി ചെയ്തിരുന്നു. സ്പാനിഷ് ഒലിവെണ്ണ മുഖ്യമായി വന്നിരുന്നത് ദക്ഷിണ സ്പെയിനിലെ എസ്റ്റേറ്റുകളിൽ നിന്നാണ്. അപ്പം നിങ്ങൾ ഇതിനെ ചെറിയ ഷോർട്ട് പോയിൻ്റ് ആക്കുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ചെറിയ ഷോർട്ട് പോയിൻ്റ് ആക്കി നിങ്ങൾ പഠിക്കുക, അതാണ് നിങ്ങൾക്ക് നല്ലത്. ഞാനിങ്ങനെ പറഞ്ഞു പോയാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല, നിങ്ങൾ കേട്ടിരിക്കുകയുള്ളൂ. അതുകൊണ്ട് സ്വന്തമായിട്ട് നിങ്ങൾ പോയിൻ്റ് ഉണ്ടാക്കി പഠിച്ച് നിങ്ങൾക്ക് അത്രയും ഉപകാരപ്പെടും. വേറെ ആരെങ്കിലും അല്ലെങ്കിൽ വേറെ സൈറ്റുകളിൽ നിന്നൊക്കെ കിട്ടുന്ന നോട്ട്സ് അല്ലെങ്കിൽ വേറെ വ്യക്തികൾ തയ്യാറാക്കിയ നോട്ട്സ് വെച്ച് പഠിക്കുന്നതിനെക്കാട്ടും നല്ല സ്വന്തമായിട്ട് നമ്മളൊന്ന് ഒരു തവണയെങ്കിലും ടെക്സ്റ്റ് വായിച്ച് ഇരിക്കണം എന്നാണ് പറയുന്നത്. അത് അത്യാവശ്യമാണ്. ഒരു തവണയെങ്കിലും നിങ്ങൾ ടെക്സ്റ്റ് വായിച്ചിരിക്കണം. ഓരോ ചാപ്റ്ററും ഒരു തവണയെങ്കിലും വായിക്കാൻ നിങ്ങൾ എക്സാമിന് പോകരുത്. 10ാം ക്ലാസ് പോലെയല്ല +1 +2 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു തവണയെങ്കിലും വായിച്ചിട്ട് പോവുക. അതേപോലെ നിങ്ങൾ സ്വയം നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. ഇനി ഈ പാഠത്തിൽ പഠിക്കാനുള്ള അടുത്ത ടോപ്പിക്കാണ് സോഷ്യൽ ഹൈറാർക്കീസ്, സാമൂഹിക ശ്രേണികൾ. നമ്മൾ സോഷ്യോളജി പഠിക്കുന്നുണ്ട് അല്ലേ? സോഷ്യോളജി പഠിക്കുന്ന കുട്ടികൾക്കറിയാം സോഷ്യോളജി എന്താണ്. ഹ്യൂമാനിറ്റീസിലെ ഒരു ഓപ്ഷണൽ പേപ്പറാണ്. ആ വിഷയം എടുത്ത് പഠിക്കുന്നവർക്കറിയാം. സോഷ്യോളജിയിൽ നമ്മൾ സാമൂഹിക ശ്രേണീകരണത്തെ പറ്റി പഠിക്കുന്നുണ്ട് അല്ലേ? അതെന്താണ്? സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. ഇവിടെ സാമൂഹിക ശ്രേണികൾ, അതും ഇതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ചെറിയ ബന്ധമുണ്ട് അല്ലേ? അതും ഇതും എന്താണ് പറയുന്നത്? സമൂഹത്തിലെ ജനങ്ങളെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആയാലും സോഷ്യൽ ഹൈറാർക്കീസ് ആയാലും സമൂഹത്തിലെ ജനങ്ങളെ പല തട്ടുകളായിട്ട് അല്ലെങ്കിൽ പലതായി വിഭജിക്കുന്നതിനെയാണ് പറയുന്നത്. അപ്പം റോമാ സാമ്രാജ്യത്തിൽ എന്തുണ്ട്? വ്യത്യസ്തമായ അനേകം സാമൂഹിക വിഭാഗങ്ങൾ നിലനിന്നിരുന്നു. അപ്പോൾ ഇപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ആയിട്ട് നന്നായിട്ട് പഠിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.